അപ്പൊ നമ്മള് പൊതുവെ എപ്പോഴും നമ്മുടെ കൂടെ കാസ്റ്റുകൾ ഇഷ്ടംപോലെ വരാറുണ്ട്. പക്ഷെ ഇത്തവണ നമ്മുടെ ഒപ്പം ടെക്നിക്കൽ ക്രൂ ആണ്. നമ്മുടെ ഡയറക്ടർ ഉണ്ട്, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, DOP ഉണ്ട്. അപ്പൊ ഏത് സിനിമയുടെ നല്ല ജെറിയുടെ ആൺമക്കൾ എന്ന് പറയുന്ന സിനിമയുടെ ക്രൂ ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമുക്ക് ആദ്യം തന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താവോ? ഞാൻ പരിചയപ്പെടുത്താം ഓരോരുത്തരായിട്ട്. കൂടി ചേർത്തോളൂ. എന്റെ പേര് ജിജോ സെബാസ്റ്റ്യൻ. ഞാനാണ് ഈ മൂവിയുടെ റൈറ്റർ ഡയറക്ടർ. ഇദ്ദേഹം മുരളി അപ്പാടത്ത്. നമ്മുടെ ഈ മൂവിയുടെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് വേറെ, പാട്ടുകളുടെ സംഗീതം വേറെ ആളാണ് ചെയ്തിരിക്കുന്നത്. റിച്ചി കുഴിക്കാട് എന്ന് പറയും. അതേ കൂടി ഇല്ല. ഓക്കെ, ഇത് നമ്മുടെ DOP ആണ്, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. നമ്മൾ വേണമെങ്കിൽ എന്റെ മൂവിയുടെ പില്ലേഴ്സ് എന്ന് പറയുന്ന 4 പില്ലറിന്റെ 2 പില്ലറാണ് നമ്മുടെ മെയിൻ പില്ലേഴ്സ് ആണ് മൂവിക്ക്. ശരിക്കും പറഞ്ഞാല് ഡയറക്ടർ ഇല്ലെങ്കിൽ ഡയറക്ടർ ഇത്ര ഇമ്പോർട്ടന്റ്, അതേപോലെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും DOP എന്ന് പറയുന്നത്. അതെ, ഒരു മൂവിനെ ആ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള 2 ഘടകങ്ങളാണ് ഇരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പൊ സോറാണെങ്കിലും ഈ മൂവി എഴുതിയ ഒരാളാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് ഈ ഒരു മൂവിയിലോട്ട്, അല്ലെങ്കിൽ ജെറിയുടെ ആൺമക്കൾ എങ്ങനെയാണ് എന്താ പറയാ ബേർത്ത് ആവുന്നത്? ജെറിയുടെ ആൺമക്കൾ എന്ന് പറഞ്ഞ മൂവി അതൊരു സഡനായിട്ട് സംഭവിച്ചൊരു കാര്യമല്ല. നമ്മള് ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമുണ്ട്, മനസ്സിലൊരു പാഷനുണ്ട്. ആ പാഷൻ ട്രാവൽ ചെയ്ത് പോയി. അപ്പോൾ അത് എങ്ങനെ അത് മൂവിയിലേക്ക് എത്താമെന്ന് അതിന് പഠനം നടത്തുകയും നമ്മൾ ആദ്യം കഥ എഴുതി തുടങ്ങി. ചെറുതാണ് എൻ്റെ മെയിൻ മീഡിയം. ഞാൻ ചെറുത സമാഹാരങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കറണ്ട് ബുക്സിന്റെ ഇതിലൊക്കെ എൻ്റെ തൃശ്ശൂർ കറണ്ട് ബുക്സിൽ എൻ്റെ ബുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറുകഥയിലൂടെയാണ് ഞാൻ ഈ കഥയുടെ ലോകത്തേക്ക് കിടക്കുന്നത്. അതിന്റെ ഒരു എൻഡ്, ആ എക്സസൈസിന്റെ ഒരു എൻഡ് വേണമെങ്കിൽ ഈ മൂവി മേക്കിംഗ് പറയാം. അങ്ങനെയാണ് ജെറിയുടെ ആൺമക്കളിലേക്ക് മൂവിയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ഈ ജെറിയുടെ ആൺമക്കൾ കഥ ഉണ്ടായത് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തേക്ക് ഒരു 3 വർഷം 3.5 വർഷമായിട്ടുള്ളൂ അതിന്റെ കഥ രൂപപ്പെട്ടിട്ട്. പിന്നെ അത് വീണ്ടും റീറൈറ്റ് ചെയ്ത് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന ജെറിയുടെ ആൺമക്കളിലേക്ക് വന്നിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ മൂവിക്ക് വരുന്നത്. ഇപ്പൊ മൂവിയില് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂവി അല്ലെങ്കിൽ കഥ ഉണ്ടാവുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണല്ലോ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ലൈക്ക് മുരളിച്ചേട്ടൻ എങ്ങനെയാണ് ചൂസ് ചെയ്തത് ഈ ഒരു മ്യൂസിക് ചെയ്യാൻ വേണ്ടിട്ട്? അത് ഞാൻ പറയാം, അതിനുശേഷം ബാക്കി മുരളി കൂട്ടിച്ചേർന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമയിലെ പ്രത്യേക ഒരു രീതിയിലാണ് ഈ സിനിമയുടെ പാറ്റേൺ പോകുന്നത്. നമ്മളിപ്പോ ചടുലമായിട്ടുള്ള നീക്കങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഗിമിക്സുകളോ ഒന്നും നമ്മുടെ ഈ മൂവിയില്ല. ഇതൊരു സാധാരണ ഒരു ഫാമിലിയുടെ കഥ പറയുന്ന ഒരു മൂവിയാണ്. എന്നാൽ നമ്മുടെ സീക്വൻസുകളൊക്കെ നിങ്ങളിപ്പോ ഇതുവരെ സിനിമ കാണാത്ത തരത്തിലുള്ള സീക്വൻസുകളും സ്റ്റോറി ഘടകങ്ങളും കണ്ടന്റുകളും എല്ലാം ഉണ്ട്. അതാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ നിലവിലുള്ള ഒരു പാറ്റേൺ മ്യൂസിക് ചെയ്യാതെ ഒരു വ്യത്യസ്തരായിട്ടുള്ള ഒരാള് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് മുരളിയിലേക്ക് എത്തുന്നത്. അപ്പം അത് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തു തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മൂവിക്ക് ലൈഫ് നൽകാന്ന് പറയുന്നത് തന്നെ ഭയങ്കര പാടാണ്. ഇപ്പൊ നമ്മുടെ ഡയറക്ടറിന് മനസ്സിലൊരു സംഭവം ഉണ്ടാവും, ആ ഒരു ഇമോഷൻ വർക്ക് ചെയ്യണം മ്യൂസിക്കിലൂടെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഫ്രെയിം ചെയ്യുമ്പോ, ഒരു ഷൂട്ട് ചെയ്യുമ്പോ ഇവരുടെ മനസ്സിൽ താളമുണ്ട്. ആ താളത്തിലോട്ട് എത്രയും വേഗം എനിക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. ഒരു പക്ഷേ ഒരു 10 വട്ടമെങ്കിലും ഇവരോട് പറയാതെ തന്നെ ഒരു 10 വട്ടമെങ്കിലും ഒറ്റയ്ക്ക് റൂമിലൊന്ന് ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇരുന്ന് കാണേണ്ട ഒരു ഫിലിം. ആ ഒരു താളം കണ്ടെത്തി ആ ഒരു ഫ്രെയിമിന് ആവശ്യമായിട്ട് അധികമായിട്ടൊന്നും കൊടുത്തിട്ടില്ല, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ 2-3 വട്ടം ചിലപ്പോൾ മാറ്റി ചെയ്തിട്ടായിരിക്കും ഡയറക്ടർക്ക് അയച്ചെടുക്കുക. പക്ഷേ ഫോണിലൂടെ മാത്രം സംസാരിച്ചിട്ട് ഒരു ഫിലിമിനെ ഏറ്റവും ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ടാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് ഇതിൽ അവസരം എനിക്ക് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. എൻ്റെ മുന്നതിന് 6 പടം, ഞാൻ 5-6 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും വിളിച്ചും കണ്ടിട്ടില്ല. അതിൽ പാട്ടുകൾ ഒത്തിരി നല്ല കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും വിളിച്ചു, ഇതും അങ്ങനെ ആകുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ
വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ക്രൂവിൻ്റെ ഭാഗത്ത് നിന്ന് വളരെയധികം നല്ല പ്രൊമോഷനുകളും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കഥയും വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. ഏറ്റവും എനിക്ക് തോന്നുന്നത് എത്രയോ വലിയ വലിയ മ്യൂസിക് ഡയറക്ടർമാർക്ക് അടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മളിതൊരു അവസരം വന്നു, തീർച്ചയായിട്ടും നന്ദിയുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അവർ ചെയ്യാതെ വന്നതാണ്. അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെ ഒക്കെ കൊണ്ട് മാറിപ്പോയിട്ടുണ്ട്. പിന്നെ പല ഘടകങ്ങളുണ്ടല്ലോ ഒരു മ്യൂസിക് ഡയറക്ടറിലേക്ക് എത്തണമെന്നുണ്ട്. പിന്നെ മുരളി നമ്മൾ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ നമ്മുടെ DOP യുടെ ഭാഗത്ത് ഉണ്ടായി. നന്നായിരിക്കും ആലോചിച്ചാൽ എന്നൊരു ഭാഗമുണ്ടായി. അത് നമ്മൾ ചൂസ് ചെയ്തു. പിന്നെ അത് കൂടാതെ ഇദ്ദേഹത്തിന്റെ ഒരു എക്സ്പെർട്ടൈസ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ആ ഒരു പ്രത്യേക ഘടനയിലൂടെ DOP ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രെയിംസിൽ ഇദ്ദേഹത്തിന്റെ മ്യൂസിക് നല്ലൊരു ബ്ലെൻഡ് ആവുമെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ഇദ്ദേഹത്തെ ചൂസ് ചെയ്തതാണ്. ഇപ്പൊ ചേട്ടനാണെങ്കിലും ഇപ്പൊ ഇവര് രണ്ടുപേരും പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തണമെങ്കിൽ ആ വിഷ്വൽ എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടണല്ലോ. അപ്പൊ നിങ്ങളുടെ മൂന്നുപേരും ആ ഒരു വർക്കിംഗ് പാറ്റേൺ എങ്ങനെയുണ്ടായിരുന്നു? ഇത് ജിജോ ഇതൊരു 2-3 വർഷം മുമ്പ് എൻ്റെ അടുത്ത് ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു ബേസിക് സ്ട്രക്ചർ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് പിന്നെ ജിജോ പിന്നെ പറ്റി ഒരു വിവരമില്ല, അപ്രത്യക്ഷമായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വേറെ പടങ്ങൾ ഇതുവരെ അങ്ങനെ കുറേ പടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഒരു ദിവസം എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ജിജോ ഒരു ഇന്റർനാഷണൽ കോൾ വരുന്നു. ചേട്ടാ, ഞാൻ ജിജോയാണ്, ഞാനിപ്പോൾ ഖത്തറിലാണുള്ളത്, ഞാൻ അടുത്ത ആഴ്ച ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, നമ്മുടെ പ്രോജക്റ്റ് റണ്ണാവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുറേ സമയം മെനക്കെടുത്തി, ഇനിയും മെനക്കെടുത്താണോ എന്നൊരു മനസ്സിൽ ചോദിച്ചു. ഞാൻ ജിജോട് പറഞ്ഞു, ജിജോ സീരിയസ് ആണെങ്കിൽ മാത്രം വന്നാൽ മതി, നമുക്ക് വന്ന് നല്ല വെറുതെ നമ്മുടെ ആഗ്രഹം കൊണ്ട് പലരും ഇങ്ങനെ സിനിമ എടുക്കാൻ വേണ്ടി എൻ്റെ സമയം നിങ്ങളുടെ സമയം വെറുതെ മെനക്കെടുത്തില്ല. അപ്പം ഞാനൊരു വേറൊരു തമിഴ് പടത്തിന്റെ ഡിസ്കഷനിൽ ചെന്നൈയിലായിരുന്നു. അപ്പം ജിജോ ഇല്ല കേട്ടോ, ഇത് സീരിയസ് ആയിട്ട് എല്ലാം പ്രൊഡ്യൂസറൊക്കെ ഓക്കെ, എവറിത്തിങ് ഓക്കെയാണ്, സെറ്റിൽഡാണ്, വെൽ സെറ്റിൽഡാണ്, അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ബേസിക്കലി ഞാൻ ട്രിവാൻഡ്രത്ത് ആയിരുന്നു. അപ്പോൾ അത് എറണാകുളത്ത് എത്തിയപ്പം എറണാകുളത്ത് തന്നെ വന്നിട്ട് ഞങ്ങൾ ഒബ്രോൺ മാളിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞു, ചേട്ടാ നമ്മൾ ഇപ്രാവശ്യം ഫുൾ സെറ്റാണ്, എവരിത്തിങ് ഓക്കെ. അങ്ങനെ 2ാം ദിവസം ക്യാമറ അതെ സ്ക്രിപ്റ്റിലേക്ക് ഇരിക്കുന്നു. സംസാരിച്ച് കഴിഞ്ഞതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പം 2 ദിവസം കഴിഞ്ഞ് 3ാം ദിവസം ക്യാമറ വെച്ചു, പൂജ കഴിഞ്ഞ് സിനിമ തുടങ്ങി. അതെ. അപ്പം ഈ ജിജോന്റെ അടുത്ത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ജിജോയുടെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പം ഞാൻ കുറെ ഫസ്റ്റ് ഫിലിം ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാണ്. പക്ഷെ ജിജോ വന്നിട്ട് അവരിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് പറയാൻ ശ്രമിക്കുന്നു. അപ്പം ജിജോയുടെ ഈ സബ്ജക്റ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്കൊന്ന് അത് ചിലപ്പം വളരെയധികം നന്നായിട്ട് വരും. അപ്പം അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ജിജോ ക്രിയേറ്റിവിറ്റിയിൽ ജിജോ അഗ്രഗണ്യനാണ്. കാരണം ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഫിലിമിൽ ചിലപ്പോൾ ടെക്നിക്കൽ നോഹ് ഉണ്ടാകണമെന്നും ഇല്ല, അത് ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ തന്നെയും ഫസ്റ്റ് ഫിലിം ആകുമ്പോൾ ഒരുപാട് പതറിച്ചുണ്ടാകും. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ജിജോ കൃത്യമായിട്ട് എല്ലാം കൃത്യമായിട്ട് എന്താണോ ഇപ്പം ഒരു ആർട്ടിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലും വളരെ ഇപ്പോൾ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ ഹരാസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളിൽ നിന്നും ഒരു എക്സ്പ്രഷനോ ഇമോഷൻസോ വരത്തില്ല. അപ്പോൾ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ക്രൂവിനെ ഹാൻഡിൽ ചെയ്താൽ തന്നെയും അവരും ഉഴപ്പും. പക്ഷെ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യും. ഈവൻ അവരെ സുരേഷ് ആണെങ്കിലും ഐശ്വര്യ ആണെങ്കിലും ഭംഗിയായിട്ട് പെർഫോം ചെയ്യും. പിന്നെ അത് നന്നായിട്ട് നല്ലൊരു ഫിലിമാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ടോട്ടാലിറ്റി നമ്മളൊരു ഫാമിലി ഓറിയന്റഡ് കഥയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും വളരെ ഇന്ന് സമൂഹത്തിൽ ഇത് വളരെയധികം പല വെർഷനിൽ പല ഫാമിലിയിലും നടക്കുന്നതാണ്. കാരണം വീട്ടിലൊരു അച്ഛൻ എന്ന് പറയുന്ന ഒരാള് വളരെ അന്യനായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു എബ്രോഡ് ഇരിക്കുന്ന ഒരാൾ തിരിച്ചു വരുമ്പോൾ മക്കളും അമ്മയും അയാൾക്ക് ഒരു അന്യമാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അയാൾക്ക് 30 ദിവസമേ ഉള്ളൂ അവധി. അപ്പൊ ഈ 30 ദിവസത്തെ അവധിയിൽ അയാൾ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പം പക്ഷെ ഇവിടുന്ന് കിട്ടുന്ന ബിഹേവിയൻസും രീതികളും വ്യത്യസ്തമാകുമ്പോൾ അയാൾ തകർന്നു പോവുക. അപ്പം ഈ സിനിമയ്ക്ക് ഒരു മൂഡുണ്ട്.
പിന്നെ ഈ സിനിമ കുറച്ച് ഭാഗം ഖത്തറിൽ നടക്കുന്നുണ്ട്, കുറച്ച് ഭാഗം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഒരു ജയിൽ സീക്വൻസ് ഖത്തറിലൊക്കെ ഉണ്ട്. പക്ഷെ ആ ഖത്തർ മൂടെന്ന് പറയുന്നത് വേറൊരു മൂടാണ്. അപ്പം പിന്നെ ഇന്ത്യയിൽ വരുന്ന വേറൊരു മൂടാണ്. പിന്നെ ഈ ഫാമിലിയിലെ മൂഡും വേറെയാണ്. അപ്പം ഇതൊക്കെ വളരെയധികം കൃത്യമായിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഒരു സിനിമയ്ക്ക്. നമ്മളിപ്പോൾ ഒരു ഇന്നത്തെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ എങ്ങനെ വെച്ചാലും പതി. പക്ഷെ അതല്ല, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുകയും അതിനൊരു താളം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത്, അതും ഒരു നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജായിട്ട് ചെയ്യുന്നതിനൊക്കെ നമ്മളെല്ലാം കൂടെ ലിമിറ്റഡാണ്. ഇപ്പൊ നമ്മൾ പൊതുവെ പറയല്ലോ മലയാളം സിനിമ അല്ലെങ്കിൽ മലയാളം ഓഡിയൻസിന് ഇപ്പൊ വിഷ്വൽ ബ്യൂട്ടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് എന്തൊക്കെ നമ്മുടെ സിനിമ എടുത്തു നോക്കുമ്പോൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്? വിഷ്വൽ ബ്യൂട്ടി പ്രധാന ഘടകമാണ്. പക്ഷെ അതിന് ഉപരിയായിട്ട് സബ്ജക്ട് നീഡ്സ് എ റിതം, സബ്ജക്ട് നീഡ് എ മൂഡ്. അപ്പൊ നമ്മളത് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള വിഷയം. അപ്പം ഞാൻ മിന്നാമിനിങ് ചെയ്ത രീതിയിലായിരിക്കത്തില്ല. മിന്നാമിനിങ് ഞാൻ ചിലപ്പോൾ നാഷണൽ അവാർഡ് കിട്ടി, അത് ആയിരിക്കത്തില്ല. ഇത് ഷാജോൺ ചേട്ടൻ ചെയ്ത ഇതുവരെ ചെയ്ത അതായിരിക്കത്തില്ല. ഞാൻ ചെയ്ത ദം ചെയ്തത് അതായിരിക്കത്തില്ല. ശുഭദിനം ചെയ്തു അതായിരിക്കത്തില്ല. അതിന്റെ ഒരു രീതികളും ആയിരിക്കത്തില്ല നമ്മുടെ ചെയ്തത്. 22ാമത്തെ സിനിമ. അപ്പം ഓരോ സിനിമകളും ഓരോ രീതികളാണ്. ഈ സിനിമകൾ ഓരോ രീതികളാകുന്നതിനൊപ്പം തന്നെ അതിന്റെ കഥ പറച്ചിൽ നിന്നും അനുയോജ്യമായിരിക്കും. അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി മാത്രമായിട്ട് വേറിട്ട് നിൽക്കും. ഇപ്പൊ ഈ സിനിമാറ്റോഗ്രാഫിനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മളെ ഈ അടുത്ത് ഒരു ഫേമസ് സിനിമാറ്റോഗ്രാഫർ പറഞ്ഞായിരുന്നു, ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും ഇപ്പൊ നമ്മള് കൺവെൻഷണൽ വേ മാറിയിട്ട് നമ്മുടെ ഒരു പുതിയ ട്രെൻഡാണ് യൂട്യൂബ് ഒക്കെ നോക്കി പഠിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ക്രാഫ്റ്റ്മാൻ ആണ്, ക്രിയേറ്റിവിറ്റി നിങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ യൂട്യൂബ് നോക്കിയെന്നല്ല, ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഇപ്പൊ ഞാൻ തന്നെ പല ഒരു ഈ കളറിങ്ങിനെ പറ്റി ഞാൻ പഠിച്ചു വെച്ചാൽ US ഒരു ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പം അതിപ്പോ നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രത്യേകിച്ച് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ മെഡിസിൻ പോലും പഠിപ്പിക്കുന്നത് ഓൺലൈൻ വഴിയായി മാറിക്കഴിഞ്ഞു. അപ്പൊ അത് നമ്മൾ കാലത്തിനനുസൃതമായിട്ട് മാറുന്ന ഒരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം യൂട്യൂബിൽ ഇപ്പം ഓൺലൈൻ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അറിഞ്ഞുകൂടാത്ത. ഇപ്പം വേറൊരു വിഷയം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? പണ്ട് റിസോഴ്സസ് വളരെ കുറവായിരുന്നു. ഇപ്പോ മുരളിക്കാണെങ്കിൽ ഹോളിവുഡിലെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടർ എക്സ്പീരിയൻസ് യൂട്യൂബിൽ നിന്ന് കിട്ടും. എനിക്കാണെങ്കിൽ ഏറ്റവും വലിയ ഹോളിവുഡ് ഏറ്റവും വലിയ സിനിമാറ്റോഗ്രാഫറുടെ മാസ്റ്റർ ക്ലാസ് കിട്ടും. അത് ഒരു ഹ്യൂജ് നമുക്ക് പണ്ടെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ചിലപ്പം ഇവിടെയുള്ള ഇന്ത്യക്കകത്ത് മാത്രമുള്ള ഒരു വ്യക്തിയുടെ റിസോഴ്സസ് ആയിരിക്കും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വിശാലമായിട്ട് ഷെയ്ൻ ഹെൽബർട്ടിന്റെ ഞാനിപ്പോ ഒരു ഷെയ്ൻ ഹെൽബർട്ടിന്റെ AIC മെമ്പറാണ്. ഒരു $150 കൊടുത്തു കഴിഞ്ഞാൽ ഷെയ്ൻ ഹെൽബർട്ടിന്റെ മാസ്റ്റർ ക്ലാസ് 3 ദിവസത്തെ മാസ്റ്റർ ക്ലാസ് എനിക്ക് കിട്ടും. അടുത്ത പൈസ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ പടത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോസ്. അപ്പം ഇന്നിപ്പോ നമ്മളൊരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് മാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി റിസോഴ്സസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എത്രത്തോളം എഫർട്ട് എടുക്കുന്നു, നമുക്ക് എത്രത്തോളം ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മളൊരു സിനിമാറ്റോഗ്രാഫിയെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ഈ ടെക്നോളജി മാത്രം കൊണ്ട് കാര്യമില്ല. ക്രിയേറ്റിവിറ്റി, ക്രാഫ്റ്റ്മാൻഷിപ്പ്, ടെക്നോളജി, ഇത് മൂന്നും ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ ഇത്തരം ടെക്നിക്കൽ സൈഡ് പറ്റത്തും. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ക്രിയേറ്റിവിറ്റിയും ക്രാഫ്റ്റും ടെക്നോളജിയും നമുക്കിന്ന് ക്രിയേറ്റിവിറ്റി നമ്മുടെ സ്വായത്തമാണ്, നമ്മുടെ സ്വന്തം സാധനം. അത് ചിലപ്പം മറ്റൊരു അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ക്രാഫ്റ്റും ടെക്നോളജിയും പറ്റി ഇൻഫർമേഷൻ ഇന്ന് ഓൺലൈനിൽ കിട്ടും. അപ്പൊ അത് എത്രത്തോളം നമ്മൾ ക്രിയേറ്റിവിറ്റിയായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. നമ്മളിപ്പോ ഷെയ്ൻ ഹെൽബർട്ടിന്റെ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും മാസ്റ്റേഴ്സിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഒരു ക്രാഫ്റ്റ് നമ്മൾ സ്വായത്തമാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് ഡെവലപ്പ് ചെയ്യുന്നു, അതാണ് നമ്മുടെ കഴിവ്. അതുപോലെ കോപ്പി ചെയ്യുന്നില്ല. അവിടെ നിന്ന് നമ്മൾ എന്ത് ഇൻസ്പയർ ചെയ്തിട്ട് ഒരു ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള സാധനം നമ്മുടെ ക്രിയേറ്റിവിറ്റി ബ്ലെൻഡ് ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇന്നത്തെ കാലത്ത് അവള് കോവിഡ് വന്നപ്പോ തന്നെ മൊത്തത്തിൽ മാറി. ബുക്കിൽ നിന്ന് പഠിക്കുന്നതും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും ഒരു ബേസിക് ഇതായിട്ട് വെച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട്
സംഭവങ്ങളുണ്ട്. മാസ്റ്റർ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അത് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത് റെഡി അവൈലബിൾ ആണ് യൂട്യൂബിൽ. അത് മാസ്റ്റേഴ്സ് റെഡിയാണ്, അതിന് പ്ലാറ്റ്ഫോം റെഡിയാണ്, ഇപ്പോഴത്തെ കുട്ടികൾ റെഡിയാണ്, അവര് പഠിക്കാതെ അത് റെഡിയാണ്. അതാണ് അത് ചേഞ്ചസ് ഉണ്ടാക്കും. ഇപ്പൊ നിങ്ങളൊക്കെ നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു കുട്ടി ഇരുന്ന് ചെയ്ത പോലെ. നമുക്ക് 90s നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യുന്നു, നിങ്ങൾ അത് ഇതിന്റെ ഡിജിറ്റൽ വേൾഡിന്റെ ഒരു ചേഞ്ചസ്. ടെക്നോളജി വളരെ ചീപ്പായി വരികയാണ്. ഓരോ ദിവസം കൂടുന്തോറും പുതിയ ടെക്നോളജി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്കും കിട്ടുക. ഇപ്പൊ ഒരു റെഡ് ക്യാമറ ഒരാൾ മേടിച്ചു കൊണ്ടുവന്നു, ഉടനെ യൂട്യൂബിൽ അടിക്കുകയാണ് എങ്ങനെ അസംബിൾ ചെയ്യാം. അപ്പൊ അതിന്റെ A to Z പറഞ്ഞു തരാം എങ്ങനെ അസംബിൾ, ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പൊ അടുത്ത വീഡിയോ അടിക്കാം, അത് പഠിക്കാം. 3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കാണ് ക്യാമറ പോലെ. പിന്നെ നേരത്തെ പഠിച്ച ബുക്ക് ബേസ് അവിടെ ഉണ്ടെങ്കിൽ അതിനാണ് ആഡ് ഓൺ ചെയ്യാണ്, ഇത് കാർട്ടിലേക്ക് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്താൽ റിച്ച് ആണ്. ഇപ്പൊ പിന്നെ എനിക്ക് സിനിമയുടെ ഒരു പ്രത്യേകത തോന്നിയത്, ഇപ്പൊ നേരത്തെ മുരളിച്ചേട്ടൻ പറഞ്ഞൊരു സംഭവം, കുറെ മൂവീസ് ചെയ്തു പക്ഷെ അതൊന്നും കുറെ കാര്യങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സിനിമ റിലീസ് ആകാൻ പോകുന്നു. അപ്പൊ അതൊരു ചേട്ടനെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയാ ഇമോഷണലും കൂടെ കണക്ട് ചെയ്തൊരു മൂവി ആയിട്ട് തോന്നിയോ? നല്ല എന്താ പറയാ ക്ലിയർ നന്നായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. നല്ല കഥയാണ്, വ്യത്യസ്തമായിട്ടുള്ള നമ്മളെ കുറേ സിനിമകൾ കാണുന്നതല്ലേ, വ്യത്യസ്തമായിട്ടൊരു സ്റ്റോറിയാണ്, വ്യത്യസ്തമായിട്ട് അതിന് എടുത്തിട്ടുണ്ട്. കുറച്ച് ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ, അത്യാവശ്യം കുറച്ച് ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അതിനുള്ള സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മൂവിയുടെ കഥ പറയുവാണെങ്കിലും പ്രവാസ ജീവിതം, ഒരു പാരന്റിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും എങ്ങനെയാണ് ലൈക്ക് ആ ഒരു കഥയുടെ ഒരു എസെൻസ് ഒന്ന് പറയാമോ? അത് നല്ല ചോദ്യമാണ്, അത് ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമാണ്. പക്ഷെ ഇതൊരു പ്രവാസിയുടെ കഥയെന്ന് പറഞ്ഞാൽ ഇതിനെ ലഘൂകരിക്കാനാവില്ല. അങ്ങനത്തെ ഒരു ബോക്സിലേക്ക് ഇതിനെ മാറ്റാനും സാധ്യമല്ല. കാരണം ഇത് മുമ്പ് പറഞ്ഞ പോലെ ഇത് ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു മാലയാണ്. ഇത് ഇൻസിഡൻസ്, കുറെ സീക്വൻസുകൾ, ലൈഫിൽ നടക്കുന്ന സീക്വൻസുകളുടെ ഒരു മാലയാണ്. ആ മാലയിൽ നിങ്ങൾക്ക് ഒരു ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഓക്കെ ഇത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനൊരു ബോർഡർ സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്ന ഒരു മിലിറ്ററി ഓഫീസറാണ്. ഞാനൊരു വീട് തിരുവനന്തപുരത്താണ്, കാസർഗോഡാണ് എൻ്റെ ഓഫീസ്. ഞാൻ ഒരു മറൈൻ എഞ്ചിനീയറാണ്, ഞാൻ കടലിൽ പോകുന്ന ആളാണ്. ഞാനൊരു പ്രവാസിയാണ്, ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നതാണ്, അല്ല ഞാൻ ശൂന്യാകാശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അവർക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവർ തിരിച്ചു വരുമ്പോ അവർക്കുണ്ടാവുന്ന ഒരു അനുഭവം. അത് കഥയുടെ ഇതിലേക്ക് കടക്കുകയാണെങ്കിൽ, ചുരുക്കത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി, ജെറി എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം തന്റെ വീട്ടിലേക്ക് തിരിച്ച് അവധി ആഘോഷിക്കാനായി വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ള തന്റെ മക്കള് അദ്ദേഹത്തെ തിരിച്ചറിയുന്നില്ല. അവർ ഹലോ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ്, ഒരു സ്ട്രേഞ്ചറെ പോലെ, ഒരു ഗസ്റ്റിനെ പോലെ സ്വീകരിക്കണം. അപ്പൊ അദ്ദേഹം അത് നേരിടുന്നു. അദ്ദേഹം അതിന്റെ മാനസിക വ്യാപാരങ്ങളിൽ പോയിട്ട് അദ്ദേഹം തിരിച്ചറിയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അപരിചിതനാവേണ്ടി വന്നത്, അതിന്റെ റൂട്ട് കോസ് എന്താണ് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചെടുക്കുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അത് പ്രവാസികൾക്ക് മാത്രമല്ല, പ്രവാസികൾക്ക് നമുക്ക് ചുരുക്കം പറ്റില്ല. അതെ, വീട് വിട്ടു നിൽക്കുന്ന ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസുകൾ ഇതിനകത്തുണ്ട്. അത് നമ്മളതിങ്ങനെ അതിന്റെ ഒരു രാഷ്ട്രീയം നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യണം. എങ്ങനെയാണ് ഒരു വ്യക്തി അവൻ എങ്ങനെയാണ് തന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽ ഒറ്റപ്പെടുന്നത്, എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അപരിചിതനാവുന്നത്. അപ്പൊ അതിനൊരു ഇപ്പം സുല്ലേട്ടൻ പറഞ്ഞ പോലെ അതിനൊരു ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡുണ്ട്, അതിനൊരു കളർ ടോൺ ഉണ്ട്. അത് സുല്ലേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുമ്പോൾ ഇവിടെ ഈ സൈലൻസ് ആണ് വേണ്ടത്, ഇവിടെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ എൻഹാൻസിപ്പിക്കണം. അത് ഈ ഒരു പർട്ടിക്കുലർ മൊമെന്റിലാക്കി ഇത് വെച്ചാൽ കൊള്ളാം. അപ്പൊ അത് ചർച്ചകളിലൂടെ ഇവര് തന്നെ അത് രൂപപ്പെടുത്തും. പിന്നെ അത് എനിക്ക് വിട്ടുതരും. പിന്നെ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യും. പിന്നെ വഴക്കാവും. നമ്മൾ തന്നെ അതിനെ ഡോക്ടറിങ് ചെയ്യും, നമ്മൾ തന്നെ അതിനെ സുഖപ്പെടുത്തും. നമ്മൾ തന്നെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് വന്നിട്ട് ഓക്കെ എന്നാ ഇവിടെ വരെ പിടിക്കും, ബാക്കി പിടിക്കണ്ട. ഇതിനകത്തൊരു പ്രധാന വിഷയം എന്താണെന്നറിയാം, ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ് പല സ്ഥലത്തും ഉണ്ടാവും. പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതെ, ചില സമയത്ത് മറ്റേ ആൾ വിട്ടുകൊടുക്കും. മറ്റേ ഈ കോംപ്രമൈസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ കോംപ്രമൈസ് ചെയ്യുന്നത്? ചിലപ്പോ അയാൾ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നമ്മുടെ ക്രിയേറ്റീവ് സൈഡിനെക്കാളും അയാളുടെ ക്രിയേറ്റീവ് സൈഡായിരിക്കും ബെറ്റർ. ചിലപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരിക്കും ബെറ്റർ. പല സ്ഥലത്തും ചില സമയത്ത് മുരളി അങ്ങനെ ചെയ്തിട്ടുണ്ട്. മുരളി പറയും സൈലന്റ് ആവും, ഞാൻ വാശി പിടിക്കുമ്പോൾ മുരളി സൈലന്റ് ആവും. അപ്പം ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറയും
അല്ല അത് മറ്റേ തന്നെ മതി. നിങ്ങൾ വെച്ച് തന്നെ മതി അത് വെക്കുന്നത്. ഇത് തിരിച്ച് സംഭവിക്കാം. അപ്പൊ അത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതങ്ങനെ സംഭവിക്കാറുണ്ട്. അതാണല്ലോ ടീം വർക്ക്. അതെ അതെ. അങ്ങനെ നമ്മൾ ഫൈൻ ട്യൂണിലേക്ക് എത്തുന്നത്. അല്ല, ഇതിനകത്ത് ഒരു പ്രധാന വിഷയം തന്നില്ല. സി, ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും പരസ്പരം ഒരുമിച്ച് ഇരുന്നിട്ടല്ല ചെയ്യുന്നത്. അതല്ല പുള്ളി വീഡിയോ കോൾ വിളിച്ചിട്ട് ഇത് ആദ്യം റീൽ അയച്ചു കൊടുക്കും. അപ്പൊ 2 സീൻ ചെയ്തിട്ട് ഈ 2 സീൻ ഞാൻ ചെയ്തു, ഇത് ഇന്നയാണ് അപ്പം ഇന്ന അവിടെ ചിലപ്പം ഫ്ലൂട്ട് കൂടെ മിക്സ് ചെയ്യാൻ കാണും. അവിടെ സാർ ഇനി ഫ്ലൂട്ട് കൂടെ മിക്സ് ചെയ്യും. കേട്ടിട്ട് പുള്ളി തിരിച്ചു വിളിച്ചു പറയും മൊത്തത്തിൽ പൊളിച്ചു മാറ്റും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊക്കെ കഴിഞ്ഞ് ഇവര് തമ്മിലുള്ള ഇഷ്യൂ കഴിഞ്ഞിട്ട് മുരളി എന്നെ വിളിക്കും. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ, ഞാൻ ചെയ്യണമെന്നും അയാൾ പറയുന്നതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി വിളിക്കും. സുല്ലേട്ടാ, ആ മൂഡ് അതല്ല, മുരളിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചുമ്മാ വീഡിയോ രാത്രി സ്വസ്ഥമായി ഈ വർക്കിനിടയിൽ കിടന്ന് വിളിക്കരുത്. സ്വസ്ഥമായിട്ട് റൂമിൽ വന്നിരുന്നിട്ട് വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഈ വിഷ്വൽ പ്ലേ ചെയ്ത് ടൈം കോഡ് വെച്ചിട്ട് എനിക്ക് ഇന്ന ടൈം കോഡ് മുതൽ ഇന്ന ടൈം കോഡ് വരെ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പറ്റി, എന്റെ ഷർട്ട് കീറിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ബട്ടൺസ് എല്ലാം ഉണ്ട്. ഞങ്ങൾ ദൂരെ ഇരുന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഇതൊരു പ്രധാന വിഷയം. കാരണം എന്താ പറയുക, ഇപ്പൊ നമ്മളത് നേരിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് കണ്ട് പഠിച്ചു എന്ന് പറയുമ്പോൾ നേരിട്ട് അടുത്തടുത്തിരുന്നെങ്കിൽ പറയാൻ പറ്റും കൃത്യമായിട്ട് ചെയ്യുന്ന അവസരത്തിൽ. ഇത് മുരളി ഫുൾ റെക്കോർഡ് ചെയ്ത് പക്ഷെ വിട്ട് കഴിഞ്ഞിട്ടാണ് ഈ സാധനമൊക്കെ ചെയ്ത് അയച്ചു കൊടുക്കുന്നത്. മറ്റേ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പറയാം. പക്ഷെ എന്നാലും അതിൽ ഒരിടത്തിൽ പോലും ചെറിയ കൺഫ്ലിക്റ്റ് ഒക്കെ മാത്രമേ ചില റീലിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ചെറിയതൊക്കെ ഇദ്ദേഹം ഒരു ആദ്യത്തെ 1-2 റീല് ക്യാരി ചെയ്യാൻ നമ്മുടെ മൂഡ്, നമ്മൾ എന്താണ് പിടിച്ചിരിക്കുന്നത്, നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, നമുക്കൊരു രാഷ്ട്രീയമുണ്ട് ഈ സൗണ്ടിലാണെങ്കിലും വിഷ്വലാണെങ്കിലും. അതിലേക്ക് ഇദ്ദേഹത്തിന് എത്താൻ ഒരു അല്പം താമസം വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത റീലൊന്നും അൾട്ടിമേറ്റ്ലി ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞത്, ഞാനൊരു സിനിമാറ്റോഗ്രാഫറാണ്, പുള്ളി ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അൾട്ടിമേറ്റ്ലി ഡയറക്ടറുടെ സിനിമയാണ് നമ്മൾ ചെയ്യുന്നത്. അയാൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ അയാൾ ഈ വർഷങ്ങളായിട്ട് ഇതിന്റെ പിന്നിലിരുന്നു എന്നെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു. നമ്മളൊരു ഈ അങ്ങേര് കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റ് ഒരു 6-7 പ്രാവശ്യം വായിച്ചിട്ട് നമ്മളൊരു വിഷ്വൽ ഈസ്തെറ്റിക് ഉണ്ടാക്കും. മുരളി അല്ലെങ്കിൽ ഒരു മ്യൂസിക് മൂഡ് ഉണ്ടാക്കും. പക്ഷെ ഇതൊന്നും അല്ലായിരിക്കും ചിലപ്പോൾ അയാൾക്ക് വേണ്ടത്. ഇവിടെയാണ് ഒരു ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അത് നമ്മളിൽ മാത്രമല്ല, എല്ലാ പ്രൊഫഷണൽസിനും ഇതിനകത്ത് ഫിലിം മേക്കിംഗ്. അപ്പം ചിലപ്പോൾ ഞാനൊരു ഫ്രെയിം വെക്കുമ്പോൾ സുല്ലേട്ടാ എനിക്ക് ഈ ഫ്രെയിം അല്ല വേണ്ടത്, ക്ലാരയുടെ കുറച്ചുകൂടെ പ്രൊഫൈലായിട്ടുള്ള കുറച്ചുകൂടെ ഇതായിട്ടുള്ള. അപ്പൊ ഞാൻ പറയും ഇല്ല ഇതായിരിക്കും പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചിലപ്പോൾ മസിൽ പിടിക്കും. അപ്പൊ പറയും സുല്ലേട്ടാ അതൊന്ന് വെച്ച് നോക്കും. എന്ന് വെച്ച് നോക്കുമ്പോ എനിക്ക് മനസ്സിലാവും ഓക്കെ ജിജോ നമുക്കിത് പോകാം. ഇവിടെയാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു പറഞ്ഞത്. അത് ബെറ്റർ ആണെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കും. ഞാൻ വാശി പിടിക്കുന്ന കാര്യത്തിൽ പുള്ളി മനസ്സിലാക്കി തരും. അപ്പൊ ഞാൻ തിരിച്ചു ചിന്തിക്കും. ഡയറക്ടറുടെ സിനിമ നമ്മളൊക്കെ ടൂൾസ് ആണ്. അപ്പം ആ ടൂൾ എത്രത്തോളം ബ്ലെൻഡ് ആവുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഭംഗിയായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു, അവിടെയാണ് അതിന്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട് വരുന്നത്. എന്നാലും നമ്മൾ സെൽഫ് ഡോക്ടറിങ് ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ സെൽഫ് മെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളത് തിരിച്ചറിയും, നമ്മൾ തിരിച്ച് സംസാരിക്കും, അതല്ല ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തിരിച്ചു പിടിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ടൈമിലാണ് എന്റെ ബീജം തീർത്തത് അല്ലെ, റെക്കോർഡ് ടൈമിലാണ് നമ്മൾ തീർത്ത്. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്ര വേഗത്തിൽ തീർക്കാൻ പറ്റും. പക്ഷെ നല്ല കൃത്യമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സിനിമയും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ സെപ്റ്റംബർ 19 റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പൊ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുവരെ പറയാത്തൊരു ജോണർ നമ്മൾ ട്രൈ ചെയ്യാം. അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ്. കാരണം വെച്ചാൽ അതൊരു അതിന്റെ കണ്ടന്റ് എനിക്ക് ഇപ്പൊ പ്രകടമായിട്ട് പറയാൻ പറ്റും. പക്ഷെ പറഞ്ഞാൽ അതിന്റെ എല്ലാം പൊളിയും. പക്ഷെ അതൊരു എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. ഇതുവരെ ആരും പറയാത്ത ഒരു ഹസ്ബൻഡും വൈഫിനും ഇടയ്ക്ക് വരുന്ന ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങള് വളരെ ഡിഫറെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും ഇനിയും പുതിയ വർക്ക്സ് ഒക്കെ ആയിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അത് നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ എമാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ടെക്നീഷ്യൻസിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഇപ്പം ഫോം ചെയ്തിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ഇതിനൊരു സർട്ടിഫിക്കേഷൻ
തരേണ്ടതുണ്ട്. അതെല്ലാം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് എല്ലാവരും ജെറിയുടെ ആൺമക്കൾ അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. ജെറിയുടെ ആൺമക്കൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇതിനകത്തൊരു ഈ പ്രേക്ഷകർ എന്ന് പറയുന്നത് പലതരം പ്രേക്ഷകരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ഒരു ഫിലിം മേക്കറുടെ ഏറ്റവും വലിയ വിജയം. അതൊരു അപ്പൊ എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ സക്സസ് ആയി എന്നുള്ളതാണ്. ആ ഫിലിം മേക്കർ സക്സസ്, ആ ഫിലിം സക്സസ് ആയി. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറയുന്നിടത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ ഞാനും ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്.